പാദങ്ങൾക്കു വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 8 മംഗളവാർത്ത കാലം 1-ാം വെള്ളി, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെ, 2-ാം അധ്യായം 16 മുതൽ 18 വരെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം പരിശുദ്ധ അമ്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന പുണ്യദിനമാണ്. ദൈവത്തിന്റെ മുൻപാകെ പരിശുദ്ധ അമ്മയെ ഓർത്ത് നന്ദി പറയാൻ നാം നമ്മുടെ അധരവും മനവും തുറക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്ന് തിരുസഭാ മാതാവ് വയ്ക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം ലൂക്കാ സുവിശേഷകൻ വരച്ചു വയ്ക്കുന്ന ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ സുന്ദരമായ ചിത്രമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ കീർത്തനത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്ത് ദൈവഹിതം നിർവഹിക്കാൻ സദാ സന്നദ്ധയായിരുന്ന തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തെ പ്രതി, രക്ഷകന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ടതിനെ പ്രതി പരിശുദ്ധ അമ്മ നന്ദി പറയുകയാണ്. 2-ാം ഭാഗത്തോ തന്റെ അനുഭവം ഇസ്രായേലിന്റെ മുഴുവന്റെയും അനുഭവമായി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഹൃദയത്തിൽ ആനന്ദിക്കുകയുമാണ്. ക്രിസ്തുമസിന്റെ ഈ ഒരുക്ക നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ ഈ ഹൃദയ വലുപ്പം നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കാം. ദൈവം വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനം ചൊരിയുന്ന നിരവധിയായ ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾക്ക് വ്യക്തിപരമായി നന്ദി പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ പലപ്പോഴും നാം മുതിരാറുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിനും അയൽ ബന്ധങ്ങൾക്കും ദേശത്തിനുമുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി, കാരുണ്യത്തിന്റെ അടയാളങ്ങളായി കൂടി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തെ മറ്റുള്ളവരുടെ മുൻപാകെ, സമൂഹത്തിന്റെ മുൻപാകെ മാഗ്നിഫൈ ചെയ്യുന്നവരാകും, ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നവരാകും. എനിക്ക് ലഭിച്ച നന്മ, അംഗീകാരം, ആദരവ്, സ്ഥാനം സമൂഹത്തോടുള്ള ദൈവത്തിന്റെ കരുണയുടെ വെളിപ്പെടുത്തലും കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകണം. അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തോടുള്ള കാരുണ്യത്തിന്റെ അടയാളമാണ് മോശയുടെ തെരഞ്ഞെടുപ്പും വിളിയും. ഈ തിരിച്ചറിവിലാണ് നാം നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹങ്ങളെ ഓർത്ത് അഹങ്കരിക്കാതെ ദൈവത്തിന്റെ മുൻപാകെ ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയാൻ തക്ക എളിമ സ്വന്തമാക്കുക, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ തക്കവിധം ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുക. നൽകപ്പെട്ടത് എന്റെ യോഗ്യതയെക്കാളും തമ്പുരാന് തന്റെ ജനത്തോടുള്ള കാരുണ്യത്തിന്റെ പ്രകാശനം ഒരു അടയാളം കണക്ക് എന്നിൽ വെളിപ്പെടുത്തപ്പെട്ടതാണെന്ന്. തമ്പുരാന്റെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് സ്വീകരിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയുന്നതൊപ്പം തന്നെ അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മുൻപാകെ വയ്ക്കുന്ന സമൂഹത്തോടുള്ള കടപ്പാടിന്റെ, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ അടയാളമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കുമായി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. ദൈവാനുഗ്രഹം സമൃദ്ധമാകട്ടെ. ആമേൻ.